നഗര പരിസരങ്ങളിലെ ദ്രവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് മട്ടന്നൂർ നഗരസഭ ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചു. വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ സെപ്റ്റേജ് ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 1.5 കോടി രൂപ വകയിരുത്തി. 92 കോടി 13 ലക്ഷം രൂപ വരവും 79 കോടി 38 ലക്ഷം രൂപ ചെലവും 12 കോടി 74 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അവതരിപ്പിച്ചത്. നഗരത്തിലെ മലിനജലം സംസ്കരിക്കുന്നതിന് 3 കോടി രൂപയുടെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ഭവന നിർമ്മാണ പദ്ധതിക്കായി 1 കോടി രൂപയും ഭവന പുനരുദ്ധാരണത്തിന് 20 ലക്ഷം രൂപയും വകയിരുത്തി. ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 25 പേർക്ക് കൂടി വീട് നിർമ്മിച്ചു നൽകും. 507 പേർക്കാണ് ഇതുവരെ വീട് നൽകിയത്. ഹെൽത്തി മട്ടന്നൂർ പദ്ധതി പ്രകാരം എല്ലാവർക്കും വ്യായാമത്തിന് 10 കേന്ദ്രങ്ങളിൽ ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിക്കും. ഇതിന് 25 ലക്ഷം രൂപ നീക്കിവെച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് 10 ലക്ഷം രൂപയും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് 22 ലക്ഷം രൂപയും നീക്കിവെച്ചു. വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് 1 കോടി 50 ലക്ഷം രൂപയും നവീകരണ പ്രവൃത്തികൾക്ക് 5 കോടി 25 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ബഹുമാന്യരെ, മട്ടന്നൂർ നഗരസഭയുടെ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റും 2025-26 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റുമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 10 കോടി 85 ലക്ഷത്തി 27,564 രൂപ മുന്നിരിപ്പും 81 കോടി 23 ലക്ഷത്തി 56,500 രൂപ വരവും കൂട്ടി ആകെ 92 കോടി 8,74,064 രൂപ വരവും 84 കോടി 95 ലക്ഷത്തി 41,500 രൂപ ചെലവും 7 കോടി 13 ലക്ഷത്തി 42,564 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റായിരുന്നു അംഗീകരിച്ചത്. ജലസംരക്ഷണത്തിനും ജലസ്രോതസ്സുകൾ സമ്പുഷ്ടമാക്കുന്നതിനും 3.5 കോടി രൂപയുടെ ജലസമൃദ്ധി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.